ഗുഡ് ഈവനിങ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് 2023 ലാസ്റ്റ് റാങ്ക് പോലെ തന്നെ 2024 വരോ, നീറ്റിൻ്റെ ഇത് ഡിലേ വരുന്ന കാരണം കൊണ്ട് എല്ലാവരും ഒരുപാട് ആശങ്കയിലാണ്. റാങ്കുകൾ ഒരുപാട് താഴ്ത്തേക്ക് പോയിട്ടില്ല, പക്ഷേ അതേസമയം ഫേസ് 2 പോയിട്ട് ഫുൾ ഫീസ് കൊടുത്ത് അഡ്മിഷൻ എടുക്കാൻ പറയുന്നു. ഇനി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇത്രയധികം ഫീസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ച കോളേജിൽ കിട്ടുന്നില്ലെങ്കിൽ ഇനി എന്ത് സംഭവിക്കും, ഫേസ് 3 എപ്പോഴാണ്, ഇതെന്താണ് അങ്ങനെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന കുറേ പിള്ളേർ സെറ്റ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഡാറ്റയൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു ഗസ് വർക്ക് നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിരിക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അച്ചിട്ട പോലെ ആവണമെന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാറ്റ 2023-ൻ്റെയും ഇതുവരെയുള്ള 24-ൻ്റെയും ഡാറ്റ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ പ്രവചിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഏത് കോളേജ് കിട്ടിയാലും ഏത് കോഴ്സ് കിട്ടിയാലും അതല്ല നമ്മുടെ ലൈഫിനെ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ കോളേജിൽ ആ കോഴ്സ് എത്ര ഉത്സാഹത്തോടു കൂടെ പഠിക്കുന്നു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ അയ്യോ എനിക്ക് ഇതിൽ ഞാൻ പെട്ടുപോയല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട ഒരു സന്ദർഭമല്ല ഈ ഒരു സമയം. ഇനി അഥവാ കുട്ടികൾ കൺവിൻസ്ഡ് ആണ് എനിക്ക് ഒരു കാരണവശാലും ഈ കോഴ്സും ഈ കോളേജുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഫേസ് 3 കഴിയുമ്പോഴേക്കും ആ തീരുമാനം എടുത്ത് നിങ്ങൾ റിപ്പീറ്റിലേക്ക് പോകണം. അത് അത്രയും എക്സ്ട്രീംലി കൺവിൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം കേട്ടോ. ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യില്ല ഈ ഒരു അവസരത്തിൽ. പക്ഷേ നിങ്ങൾ അത്രയും കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം. എനിവേ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകേണ്ട, നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. നമ്മുടെ വീഡിയോയിൽ സ്ഥിരം കാണിക്കാറുള്ള പോലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുപാട് നമ്പറുകളുണ്ട്, പക്ഷേ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിൻ്റെ പല ഫേസുകളിലുമുള്ള PDF-ൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളൊരു ഡാറ്റയാണ് 2023 ഈ മുകളിൽ കിടക്കുന്ന ഈ ഭാഗം. മനസ്സിലായോ? ഈ താഴെ കിടക്കുന്ന 2024-ൻ്റെ ഭാഗം ഇതുവരെ നടന്ന 2 ഫേസിലെ എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റുകളിലെ ഡാറ്റ. ഞാൻ ഇതിൽ B.Pharm ഉൾപ്പെടുത്തിയിട്ടില്ല. കുറേ കുട്ടികൾ B.Pharmൻ്റെ വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഞാൻ സാവധാനത്തിൽ ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ 1-2 പോയിൻറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളിത് നോക്കൂ. 2023 ജൂലൈ 27 ഫസ്റ്റ് ഫേസ് എഞ്ചിനീയറിങ്ങിൻ്റെ പബ്ലിഷ് ചെയ്തത്. ഇപ്പം മെഡിക്കൽ അലോട്ട്മെൻറ്റ് നടന്നിട്ടില്ല കേട്ടോ. അപ്പം തന്നെ നമുക്കറിയാം അലോട്ട്മെൻറ്റ് ലഭിച്ചത് 20,556 കുട്ടികൾക്കാണ്. ഇപ്പം മെഡിക്കൽ ഫേസ് 1 2024 നടക്കുന്നതിന് മുമ്പ് തന്നെ 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ 2 ദിവസം ഓഗസ്റ്റ് 20 നമ്മൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് 22,871 പേർക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു 2000 കുട്ടികളുടെ ഇൻക്രീസ് നമ്മൾ അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ തന്നെ മെഡിക്കലിലെ ലിസ്റ്റിന് മുമ്പ് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവരും കൂടി മെഡിക്കലിൻ്റെ ആൾക്കാർ ഇവിടെ അടിഞ്ഞു കൂടിയേക്കാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ റാങ്ക് റേഞ്ച് ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഫേസ് 1 ഓഫ് 2023 ഫേസ് 2 ഓഫ് 2024 ഞാൻ കമ്പയർ ചെയ്യണത്. 1 മുതൽ 3000 വരെ റാങ്കിലുള്ളവർ 1435 പേരുണ്ട്. ഇത് ഏകദേശം 1400. അപ്പോൾ അതിൽ വലിയ വ്യത്യാസമില്ല. 1 മുതൽ 5000 വരെ ഉള്ളവർ 2500-ൻ്റെ അടുത്തുണ്ട്. ഇതും 2500-ൻ്റെ അടുത്ത്. വലിയ വ്യത്യാസമില്ല, വളരെ ക്ലോസ് ആണ്. 10000 റാങ്കിന് താഴെ ഉള്ളവർ 5034 പേരാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. ഇതിവിടെ 5200, 200-ൻ്റെ ചെറിയൊരു നമ്പർ, ചെറിയൊരു വ്യത്യാസം. 20,000-ന് താഴെ 9,600, 10,000 ഒരു 700. പക്ഷെ മെയിൻ ഡിഫറൻസ് 20,000-ന് മുകളിലാണ്. നമ്മൾ കാണുമ്പോൾ ഏകദേശം നല്ലൊരു വ്യത്യാസം, ഒരു 2000 റാങ്ക് അവിടെയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കോ, കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഈ 20,000-ന് മീതെയുള്ള റാങ്കുകാർ ഒരുപാട് പേര് നമ്മൾ അത് പല ഫേസുകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ ഫേസിൽ 10,900, രണ്ടാമത്തെ ഫേസിൽ 10,300, മൂന്നാമത്തെ ഫേസിൽ വന്നപ്പോൾ ഒരു 400, ഒരു 700 കുറഞ്ഞു. പക്ഷേ ഈ 20,000 റേഞ്ചിൽ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ റേഞ്ചിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് പ്രകടമായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ നീറ്റിൽ സ്റ്റക്കായി നിൽക്കുന്ന കുട്ടികൾ മിക്കവാറും ടോപ്പ് റാങ്കിൽ പെടുന്ന കുട്ടികളായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ വർഷം അലോട്ട്മെൻറ്റുകളുടെ നമ്പർ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മെസ്സേജ് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫേസ് 3 അലോട്ട്മെൻറ്റ് അത് എന്നാണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. 2024 കഴിഞ്ഞ് വരുമ്പോൾ
കഴിഞ്ഞ വർഷം ഫേസ് 3 കഴിഞ്ഞപ്പോൾ 17,457. ഇത് എല്ലാ കോളേജുകളും കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് ലിസ്റ്റിൽ വരുന്ന എല്ലാ കോളേജുകളും എല്ലാ കോഴ്സുകളും കൂട്ടിയിട്ടുണ്ട്. 17,457 ആയിരുന്നു ടോട്ടൽ അലോട്ട്മെൻറ്റ് കുട്ടികൾക്ക് ലഭിച്ചത്. ഇത്തവണ അത് ഏകദേശം ഒരു 2,000 കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് 19,000 ഈ റേഞ്ചിലേക്ക് വരുന്നതാണ് നമ്മുടെ ഒരു ഗസ് വർക്ക്. ആ ഗസ് വർക്ക് ഞാൻ പറയാൻ കാരണം ഈ ഗ്രേറ്റർ ദാൻ 20,000 റാങ്ക് റേഞ്ചിലെ ആൾക്കാർ ഇപ്പോൾ തന്നെ കുറച്ച് കൂടിയാണ് നിൽക്കണേ. അപ്പോൾ അവർ വിട്ടുപോവൽ വളരെ കുറവായിരിക്കും. വിട്ടുപോവും, പക്ഷേ ആ ഒരു പ്രപ്പോർഷൻ നമ്മൾ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് അനുസരിച്ചിട്ട് ഏകദേശം ഒരു 1,500 2,000 ഇടയ്ക്ക് കുട്ടികൾ ഇത്തവണ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ ഫേസ് 3യുടെ ഒരു ഇതാണ് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ ഓഫ് കോഴ്സ് ഫേസ് 3 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഫേസ് 3 അവസാനിക്കുമ്പോഴും ഇത്തവണത്തെ ഞാൻ ഈ ഫേസ് 3യിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോഴും ഡേറ്റ് പറയാത്ത കാരണം കൊണ്ട് അറ്റ കൈക്ക് മാക്സിമം അലോട്ട്മെൻറ്റുകളുടെ ലിസ്റ്റിലേക്കാണ് ഞാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 17 വേഴ്സസ് 19,000, 2,000 പേരുടെ കൂടുതൽ നമ്പർ വരാൻ ചാൻസ് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ ആ ഒരു പോയിന്റ്. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ മെഡിക്കൽ ഫേസ് 1 മുമ്പ് 2023 നമ്പറുകൾ മെഡിക്കൽ ഫേസ് 1 2024 മുമ്പ് നമ്പറുകളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫസ്റ്റ് ടോപ്പ് 10,000 റാങ്കിലുള്ള നമ്പറുകൾ വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഇനി വരുന്ന മെഡിക്കൽ ഫേസ് 1 അലോട്ട്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഫേസിൽ കാണാൻ പറ്റും. അടുത്ത ഫേസിൻ്റെ പേര് ഫേസ് 3 എന്നാണ് എഞ്ചിനീയറിങ്ങിൻ്റെ. അത് ഡേറ്റ് ഇപ്പോഴും തീരുമാനിച്ചില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിൽ നമുക്ക് ഹൈ പ്രോബബിലിറ്റിയാണ് കാണുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ട് ഈ സെല്ലുണ്ടല്ലോ, ഈ ഒരു റേഞ്ചിലേക്ക് വരാനായിട്ട് നല്ലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് 1 മുതൽ 3,000 റാങ്ക് ഉള്ളവർ 1,386 ആസ് ഓഫ് നൗ ഫേസ് 2 പങ്കെടുത്തിരിക്കുന്നത്. അത് ഫേസ് 3 മെഡിക്കൽ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്കും ഒരു 200-250 പേര് അവിടെ ഈ 3,000 നിന്ന് മാറിപ്പോകും. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം നീറ്റും എഞ്ചിനീയറിംഗ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തിരുന്ന ഏകദേശം നമ്പറുകൾ അത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും ഒരു ഫേസ് 1 മുമ്പും ഫേസ് 1 ശേഷവും തമ്മിൽ ആ ഒരു ഡിഫറൻസ് നമ്മൾ വീണ്ടും ഇവിടെ അത് കാണാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അതുപോലെ 5,000 റാങ്കിനുള്ളിൽ 1 മുതൽ 5,000 റാങ്കിനുള്ളിലുള്ളവർ ഒരു 400 പേരെങ്കിലും ഈ ഫേസ് 1 കഴിയുമ്പോൾ, മെഡിക്കലിൻ്റെ ഫേസ് 1 കഴിയുമ്പോൾ എഞ്ചിനീയറിംഗ് ഫേസ് 3 കാണില്ല അവരെ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഈ നമ്പറുകൾ, ഈ റാങ്കുകൾ ഒഴിഞ്ഞ് പോകുമ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അവിടെ വാക്കൻസികൾ വരും, താഴത്തുള്ള റാങ്കുകൾ ഫില്ല് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഈ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഓരോ കോഴ്സിലെയും ഓരോ കോളേജുകളെയും ഓരോ കാറ്റഗറിയിലെയും ലാസ്റ്റ് റാങ്ക് താഴത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, നമ്പർ ഓഫ് അലോട്ട്മെൻറ്റ് എന്തായാലും ഈ വർഷം കൂടാനായിട്ടുള്ള സാധ്യത. 20,000 റാങ്കിൽ കൂടുതലുള്ളവർ ഇപ്രാവശ്യം ഒരു 2,000 പേരെങ്കിലും കൂടുതലായിട്ട് അലോട്ട്മെൻറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ട്രെൻഡാണ് ഈ വർഷം. അത് എന്തുകൊണ്ടാണ് എന്നൊരു പക്ഷേ എനിക്ക് അറിയില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് കുറച്ച് താല്പര്യം കൂടിയിട്ടാണോ അതോ വേറൊരു കാരണം നമ്മൾ കാണാനില്ല. പിന്നെ ടോപ്പ് കുട്ടികൾ 10,000-ൻ്റെ ഉള്ളിൽ എന്ത് തന്നെയായാലും NIT-കളുടെയും IIT-കളുടെയും അമൃത, VIT, MIT, കുസാറ്റ് അങ്ങനെയുള്ള ബിറ്റ്സാറ്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെയും ഏകദേശം ഒരേ റേഞ്ചൊക്കെ തന്നെ ആയിരിക്കും. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സീറ്റുകളൊന്നും വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ഏകദേശം പ്രഡിക്ഷൻ. ഇപ്പോൾ റാങ്ക് ഇനിയും താഴേക്ക് പോകുമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരമുണ്ട്. തീർച്ചയായിട്ടും റാങ്ക് താഴേക്ക് പോകും. ഏകദേശം എൻ്റെ ഒരു ഊഹമനുസരിച്ചിട്ട് ഒരു 1,500 കുട്ടികളെങ്കിലും ആദ്യത്തെ 10,000 റാങ്കിൽ നിന്ന് ഇപ്പോൾ ഉള്ള ഫേസ് 2 നിന്ന് ഫേസ് 3 വരുമ്പോൾ മാറിപ്പോകും. ഈ 1,500 സീറ്റുകൾ അങ്ങനെ ടോപ്പ് കോളേജുകളിലും കോഴ്സുകളിലും വേക്കൻ്റായിട്ട് വരുമ്പോൾ താഴെയുള്ള ഓപ്ഷൻ കൊടുത്തവർക്ക് പയ്യെ അത് മുകളിലേക്ക് മാറിക്കിട്ടും. ഇനി ഇത് ഈ 10,000-നും 15,000-നും റാങ്ക് ഉള്ളവർക്കാണ് ഈ പറഞ്ഞ പ്രോബബിലിറ്റി കുറച്ചും കൂടെ കൂടുതൽ. 20,000-ന് ശേഷം റാങ്കുള്ള കുട്ടികൾ അതേ പ്രപ്പോർഷനിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10,000-ന് മുകളിലുള്ളവരുടെ അല്ലെങ്കിൽ 15,000-ന് ഉള്ളിലുള്ള റാങ്കുകാരുടെ അത്രയും സാധ്യത ഒരുപക്ഷെ 20,000-ന് താഴെയുള്ള കൂടുതൽ റാങ്കുകളുള്ള കുട്ടികൾക്ക് അത്രയും പ്രോബബിലിറ്റി വരില്ല. എന്നാലും
വളരെയധികം സാധ്യതകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, കറങ്ങിത്തിരിഞ്ഞ് കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കുട്ടികൾ ഒക്കെ തന്നെയാണ് ഇപ്പോൾ ടോപ്പ് 20,000 ഒരു 7,800 പേര് കഴിഞ്ഞ തവണ ഉണ്ടെങ്കിൽ ഇത്തവണ ഒരു 8,000 മാറിയേക്കാം. ഞാൻ എൻ്റെ ഒരു ഗസ് പറയുന്നത് കേട്ടോ, എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് മാത്തമാറ്റിക്സ് വെച്ചൊരു ഗസ് പറയുന്നതാണ്, കൃത്യമായൊക്കെ ഉള്ളതെന്നില്ല. അപ്പോൾ ഈ 10,000-നും 20,000-ൻ്റെ ഉള്ളിൽ റേഞ്ചിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. അതുപോലെ തന്നെ 10,000, പക്ഷേ 20,000-ൽ ഒരു 2,000 പേര് കൂടുതൽ വന്ന കാരണം കൊണ്ട് അവിടെയുള്ള ലാസ്റ്റ് റാങ്കുകളിൽ എക്സാക്ട്ലി 2023-ൻ്റെ പോലെ തന്നെ ആകണമെന്നില്ല. ചെറിയ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 24,000 ലാസ്റ്റ് റാങ്ക് ആയിരുന്നത്, ഇത്തവണ ചിലപ്പോൾ അത് 23,000, 23,500 അങ്ങനെ ആവാനുള്ള സാധ്യത ചില ബ്രാഞ്ചുകൾക്ക് ചില കോളേജുകളിലുണ്ട്. എല്ലാ കോളേജുകളിലും എല്ലാ ബ്രാഞ്ചുകളും ഞാൻ പറയില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. നിങ്ങളിത് ഈ വീഡിയോ വേണമെങ്കിൽ പോസ് ചെയ്യോ അല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞതിന് പറയുന്നു, നിങ്ങളുടെ മനസ്സുകളും ചിന്തകളും ഒരു കാരണവശാലും ഫേസ് 3-ൽ എന്ത് സംഭവിക്കും, സ്പോട്ടിൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച് നെഞ്ചടിപ്പ് കൂട്ടേണ്ട കാര്യമില്ല. ഉത്സാഹത്തോടു കൂടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ജോലികളിൽ നിങ്ങൾ കയറിപ്പറ്റാവുന്ന വളരെയധികം സാധ്യതകളാണുള്ളത്. ഇനി ചിലർ ചോദിക്കുന്നുണ്ട് സ്പോട്ട് എങ്ങനെയായിരിക്കും ഒന്നൊക്കെ. ഒന്ന് നമുക്ക് ഇപ്പോൾ ഈ ഫേസ് 3യുടെ ഡേറ്റ് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ CEEയും AICTEയും ഒക്കെ പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷൻസ് വെയിറ്റ് ചെയ്തിരിക്കുക എന്നല്ലാതെ ഒരാളെ ഫോൺ വിളിച്ചാലും അവരൊരു ഡേറ്റ് ഇപ്പോൾ പറയാൻ പോകുന്നില്ല. ഒരുപാട് ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ അവസാനം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണ എൻ്റെ ഒരു ഗസ് ഇതാണ്, സെൻട്രലൈസ്ഡ് സ്പോട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതൊരു വിപുലമായ രീതിയിലായിരിക്കും നടത്തുക. ചിലപ്പോൾ അതൊരു ഓൺലൈൻ മെത്തേഡ് അവർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ സെൻട്രലൈസ് സ്പോട്ട് ഒരു വൻ പരാജയമായിരുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ നിന്ന് വശക്കെട്ട് ഭക്ഷണം പോലും കിട്ടാതെ വൈകുന്നേരം വരെ നിന്നിട്ട് സീറ്റ് കിട്ടാത്ത ആൾക്കാർക്ക് അത്രയും ഫ്രസ്ട്രേഷനോടുകൂടെ പോയിട്ടുള്ളൊരു അനുഭവം വെച്ചിട്ട് ഇത്തവണ അത്രയും ജനങ്ങളെ കൊണ്ടുവന്നിട്ടൊരു മെഗാ സ്പോട്ട് നടത്താനായിട്ട് മുതിർന്നു കഴിഞ്ഞാൽ അത് വൻ പരാജയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ മിക്കവാറും ഒരു ഓൺലൈൻ സെൻട്രലൈസ് സ്പോട്ട് ഒരു പക്ഷേ ആവാം. ഈ ഫേസ് 3യുടെ പോലെ ഒരു ഫേസ് 4 എക്സ്റ്റൻഷൻ ചിലപ്പോൾ ഉണ്ടാവാം. എന്തൊക്കെ തന്നെ ആയാലും വേക്കൻസികൾ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് തന്നെ പോകണം. നീറ്റിൻ്റെ കൗൺസിലിങ്ങിൽ വരുന്ന ഡിലേസ് ഒരു കാരണവശാലും എഞ്ചിനീയറിംഗ് കുട്ടികളുടെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ ഇൻടേക്കിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ AICTEയും CEEയും ഒരുമിച്ചിരുന്ന്, ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം, ഈവൻ ബാംഗ്ലൂർ പഠിക്കുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെ മക്കൾ അവർ വിളിക്കുകയുണ്ടായി. അവർ ചിലരൊക്കെ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർ പറയുന്നത് ബാംഗ്ലൂരൊക്കെ കൗൺസിലിംഗ് പ്രോസസ്സൊക്കെ ഒരുപാട് ഡിലേ ആണ് എഞ്ചിനീയറിംഗിൻ്റെ വരണേ. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് കോളേജുകളിൽ ചേരുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ നിന്നും വരുന്നതായിട്ട് നമുക്ക് അറിവുണ്ട്. അത് പിന്നെ അതിൻ്റെ സ്കെയിൽ നമുക്കറിയില്ല, പക്ഷേ എനിക്ക് നേരിട്ട് അറിയാവുന്ന കുറച്ച് കേസുകൾ അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെൻട്രലൈസ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ഇത്തവണ കുറച്ചും കൂടെ സാധ്യതകൾ നമുക്ക് തരുന്ന ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. അത് മിസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മെഡിക്കലിൻ്റെ ഫേസ് 3 കഴിഞ്ഞിട്ട് ഒരു പക്ഷേ കോളേജ് സ്പോട്ടുകൾ നടത്തും. അപ്പോൾ അതും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇനി ചിലർ ചോദിക്കുന്നത് അഡ്മിഷൻ എന്നാണ് ക്ലോസ് ചെയ്യുക. കഴിഞ്ഞ തവണ സെപ്റ്റംബർ 15-നായിരുന്നു അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടതും ക്ലാസ് തുടങ്ങുന്നതുമായിട്ട് ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ AICTE അത് അവസാന നിമിഷങ്ങളിൽ ആ നോട്ടിഫിക്കേഷന് മാറ്റം വരുത്തിയിട്ട് അവർ പറഞ്ഞു ഒക്ടോബർ 31 വരെ അഡ്മിഷൻസ് ആകാം എന്ന് പറഞ്ഞു. ഈ വർഷം ആസ് ഓഫ് നൗ സെപ്റ്റംബർ 15 തന്നെയാണ് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റും ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റും. പക്ഷേ 90% കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് അവരത് തീർച്ചയായിട്ടും നീട്ടും. കാരണം ഈ നീറ്റിൻ്റെ ഡിലേ കാരണം കൊണ്ട്. പിന്നെ കോളേജുകളുടെ സീറ്റുകൾ വേക്കൻ്റായിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹം മിക്കവാറും കോളേജുകൾക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം മിക്കവാറും ഈ അഡ്മിഷൻ ക്ലോഷർ ഒക്ടോബർ 31 തന്നെ നീങ്ങുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ കേട്ടോ. ഇതൊന്നും ഉറപ്പുള്ള കാര്യങ്ങളല്ല, പ്രഡിക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ചിന്തിക്കേണ്ടത് സെപ്റ്റംബർ 15 ക്ലാസ് തുടങ്ങും എന്ന് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. വഴിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻസ് വഴി അറിയാനായിട്ട് സാധിക്കും. ആരും ഉത്കണ്ഠാകുലരാകണ്ട, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ 4 വർഷം പഠിക്കുന്ന ഒരു കോളേജോ കോഴ്സോ ഒന്നുമല്ല നിങ്ങളുടെ 30ഓളം വർഷം അല്ലെങ്കിൽ 40ഓളം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കരിയറിനെ തീരുമാനിക്കാൻ പോകുന്നത്.
ആൾക്കാരൊക്കെ പറയും വലിയ വലിയ കോളേജിൽ പഠിച്ച വലിയ സംഭവം. അതെ, ഒരു ലോഞ്ചിങ് പാഡ് പോലെ ഒരുപക്ഷെ നല്ലൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂവിനൊക്കെ സഹായിക്കാനായിട്ട് ടോപ്പ് കോളേജസൊക്കെ ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചിരിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഈ മാരത്തണിൽ ഓവർടേക്ക് ചെയ്യുന്ന പോലെ കരിയറിലൊക്കെ പല ലാപ്പുകൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്റ്റാമിന കൂടുതലുള്ളവരൊക്കെ, കഴിവുകൾ കൂടുതലുള്ളവരുമൊക്കെ ആദ്യം സ്പ്രിൻ്റ് ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരൊക്കെ ഓവർടേക്ക് ചെയ്തു വരുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ പല കരിയർ ആൾക്കാരുടെ കരിയറിൽ നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. അത് കാരണം കൊണ്ട് എനിക്ക് കുറച്ച് താഴെയുള്ള കോളേജാണല്ലോ കിട്ടിയപ്പോൾ ഈശ്വരൻ എല്ലാം തകർന്നു. നോ, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ ആ സബ്ജക്റ്റിനെ മുറുക്കെ പിടിക്കുക, നിങ്ങൾ ആ സബ്ജക്റ്റിനോടുള്ള പാഷൻ മുറുക്കെ പിടിക്കുക, ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുക, ആ സബ്ജക്റ്റിലെ എക്സ്പേർട്സായിട്ട് സംസാരിക്കുക, വർക്ക്ഷോപ്പുകൾ പങ്കെടുക്കുക, ഹാക്കത്തോൺ പോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കുക, ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് നിങ്ങൾ കാണുക. നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാംസിന് വേണ്ടി ഫസ്റ്റ് സെമസ്റ്റർ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഒരുപാട് പ്രസൻറ്റേഷൻസ് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ് എല്ലാം എൻഹാൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ പരിശ്രമിക്കുക. കുട്ടികളായിട്ട് കമ്പൈൻ സ്റ്റഡി, ഒരുപാട് നല്ല ഡിസ്കഷൻസ്, ഉഴപ്പാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഭാവി നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ഒരു 1000 തവണ പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. താങ്ക് യു സോ മച്ച്.